നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അജൈൽ മോഡലാണ്. ഓക്കെ, ഈ അജൈൽ മോഡലാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അജൈൽ മോഡലാണ്. ഓക്കെ, സോ ഇൻ 2001 കെൻബക്ക് ആൻഡ് 16 other software developers signed the manifesto for what? Agile software development. ഓക്കെ, കൂടുതൽ ബെറ്റർ വേയിൽ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം അവർ പറയുന്നത് we are uncovering better ways of developing software by doing it and helping others do it. Okay, through this work we have come to value എന്തൊക്കെയാണ് പറയുന്നത്? Individuals and interactions over process and tools. Okay, then working software or over comprehensive documentation. Okay, comprehensive documentation based working software. Then over contract negotiation. ഓക്കെ, കസ്റ്റമർ കൊളാബറേഷൻ ഓവർ കോൺട്രാക്ട് നെഗോഷിയേഷൻ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, പിന്നെ റെസ്പോണ്ടിങ് ടു ചേഞ്ച് ഓവർ ഫോളോയിങ് എ പ്ലാൻ. ഓക്കെ, ഒരു പ്ലാൻ്റെ ബേസിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടോ അതൊക്കെ അതിന് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, റെസ്പോണ്ടിങ് ടു ചേഞ്ച് ഓവർ ഫോളോയിങ് എ പ്ലാൻ. ഓക്കെ, അപ്പോൾ അവർ പറയുന്ന 12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, എന്താണ് ഫസ്റ്റ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ റാപ്പിഡ് ഡെലിവറി ഓഫ് യൂസ്ഫുൾ സോഫ്റ്റ്വെയർ. ഓക്കെ, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? റാപ്പിഡ് ഡെലിവറി ഓഫ് യൂസ്ഫുൾ സോഫ്റ്റ്വെയർ. ഓക്കെ, ദെൻ വെൽക്കം ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ് ഈവൻ ലേറ്റ് ഇൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഡെവലപ്മെൻറ്റ് കുറേ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഒക്കെ ചേഞ്ച് ഉണ്ടെങ്കിൽ തിരിച്ചു പോവാം. ഓക്കെ, വർക്കിംഗ് സോഫ്റ്റ്വെയർ ഈസ് ഡെലിവേർഡ് ഫ്രീക്വൻലി. ഓക്കെ, വർക്കിംഗ് സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്യുക ഫ്രീക്വൻലി, വീക്സ് റാദർ ദാൻ മന്ത്സ്. ഓക്കെ, വർക്കിംഗ് സോഫ്റ്റ്വെയർ ഈസ് ദി പ്രിൻസിപ്പൽ മെഷർ ഓഫ് പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രോഗ്രസ് കാണിക്കുന്നത് വർക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഏബിൾ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് പേസ്. ദെൻ ക്ലോസ് ഡെയിലി കോപ്പറേഷൻ ബിറ്റ്വീൻ ബിസിനസ് പീപ്പിൾ ആൻഡ് ഡെവലപ്പേഴ്സ്. ഓക്കെ, ഡെവലപ്പേഴ്സും കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് ഡെയിലി ഒരു കോണ്ടാക്റ്റ് വയ്ക്കുക. ദെൻ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഈസ് ദി ബെസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. Okay, then projects are built around motivated individuals who should be trusted. Then continuous attention to technical excellency and good design, simplicity in development, self-organizing teams, then regular adaptation of changing circumstances. ഇത്രയാണ് അവർ പറയുന്ന ആ ഒരു 12 പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ വായിച്ചപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ അജൈൽ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഇൻക്രിമെൻ്റൽ മോഡലിൻ്റെയും ഒരു ഐട്രേറ്റീവ് മോഡലിൻ്റെയും ഓക്കെ ഒരു കോമ്പിനേഷൻ പോലെയാണ് നമുക്ക് അജൈൽ മോഡൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഗ്രൂപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തഡോളജി ബേസ്ഡ് ഓൺ ഐട്രേറ്റീവ് ആൻഡ് ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ് where requirements and solutions evolve through collaboration between self-organizing cross-functional teams. Okay, Agile methodology is a practice that promotes continuous iteration of development and testing. Okay, through the project. Both development and testing activities are concurrent, unlike the waterfall model. In Agile model, the requirements are decomposed into many small parts that can be incrementally developed. ഇപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇൻക്രിമെൻ്റൽ മോഡലും അതുപോലെ തന്നെ ഐട്രേറ്റീവ് മോഡലും. അപ്പോൾ ഇൻക്രിമെൻ്റൽ മോഡലിൻ്റെയും ഐട്രേറ്റീവ് മോഡലിൻ്റെയും കാര്യങ്ങൾ തന്നെയാണ് ഇത്രയും നേരം ഈ അജൈൽ മോഡലിലും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ പീസ് ആക്കും.
അതിൻ്റെ ബേസിലാണ് എന്ത് ഇൻക്രിമെൻ്റൽ മോഡൽ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻ അജൈൽ മോഡൽ റിക്വയർമെൻറ്റ്സ് ആർ ഡീകമ്പോസ്ഡ് ഇൻ ടു മെനി സ്മോൾ പാർട്സ് ദാറ്റ് ക്യാൻ ബി ഇൻക്രിമെൻ്റലി ഡെവലപ്ഡ്. ഓക്കെ, ഐട്രേറ്റീവ് മോഡലിൽ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ചെറിയൊരു പ്ലാൻ ചെയ്യും, ദെൻ അതിൻ്റെ ബേസിൽ എന്താണ് പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് തന്നെയാണ് ഇതിലും പറയുന്നത്. അപ്പോൾ ഈ അജൈൽ മോഡലിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നു. ഓക്കെ, the agile model adopts iterative development. Each incremental parts is developed over iteration. ഓക്കെ, അപ്പോൾ ഈ ഐട്രേഷൻ്റെ കൂടെ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇൻക്രിമെൻ്റൽ മോഡൽ. ഓക്കെ, അതായത് ഇൻക്രിമെൻ്റൽ പാർട്ട് ഇപ്പോൾ കുറച്ച് റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അത് ഓവർ ഐട്രേഷൻ. ഈച്ച് ഐട്രേഷൻ ഈസ് ഇൻറ്റൻഡഡ് ടു ബി സ്മോൾ ആൻഡ് ഈസിലി മാനേജബിൾ ആൻഡ് ദാറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ കപ്പിൾ ഓഫ് വീക്സ് ഓൺലി. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ചെറിയ സ്മോൾ ആൻഡ് ഈസിലി മാനേജബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് മോഡലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് എ ടൈം വൺ ഐട്രേഷൻ ഈസ് പ്ലാൻഡ്, ഡെവലപ്ഡ് ആൻഡ് ഡിപ്ലോയ്ഡ് ടു കസ്റ്റമർ. ഓക്കെ, അറ്റ് എ ടൈം ഒരു സമയത്ത് എന്താണ് ആ ഒരു ഐട്രേഷൻ പ്ലാൻ ചെയ്യും, ഡെവലപ്പ് ചെയ്യും, ദെൻ കസ്റ്റമേഴ്സിന് കൊടുക്കും. ഓക്കെ, ലോങ് ടേം പ്ലാൻസ് ആർ നോട്ട് മെയ്ഡ്. ദെൻ ഈ ടൈം ഇപ്പം ഫസ്റ്റ് ഐട്രേഷൻ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യും, ദെൻ സെക്കൻഡ് ഐട്രേഷൻ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അതിന് ഇവിടെ പറയുന്നതാണ് എന്താണ് ടൈം ബോക്സ് എന്നാണ് പറയുക. ഓക്കെ, വാട്ട് ഇറ്റ് ഈസ് എറ്റ് ടൈം ബോക്സ്. ഓക്കെ, ദി ടൈം ടു കംപ്ലീറ്റ് ഐട്രേഷൻ ഈസ് നോൺ ആസ് ടൈം ബോക്സ്. ഓക്കെ, അപ്പോൾ ഓരോ ഐട്രേഷനും കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു ടൈം, ഓക്കെ, അതിനാണ് നമ്മൾ ഒരു ടൈം ബോക്സ് എന്ന് പറയുന്നത്. ഈ ടൈം ബോക്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം ആണ് കേട്ടോ. ടൈം ബോക്സ് റെഫേഴ്സ് ടു ദി മാക്സിമം എമൗണ്ട് ഓഫ് ടൈം നീഡഡ് ടു ഡെലിവർ ഐട്രേഷൻ ടു കസ്റ്റമർ. ഓക്കെ, അപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് ആ ഒരു ഐട്രേഷൻ ആ ഒരു കസ്റ്റമറിന് ഡെലിവർ ചെയ്യുന്ന ആ ഒരു ടൈം, അതിനെയാണ് ടൈം ബോക്സ് എന്ന് പറയുന്നത്. സോ ദി എൻഡ് ഡേറ്റ് ഫോർ ഐട്രേഷൻ ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, അപ്പം എന്താണ് ആ ഒരു ഐട്രേഷൻ്റെ എൻഡ് ഡേറ്റ് ഡസ് നോട്ട് ചേഞ്ച്. സോ ദി ഡെവലപ്മെൻറ്റ് ടീം ക്യാൻ ഡിസൈഡ് to reduce the delivered functionality during a time box if necessary to deliver it on time. The central principle of Agile model is the deliver of an increment to the customer after each time box. Okay. നെക്സ്റ്റ് പറയുന്നത് അജൈൽ മോഡൽസിൻ്റെ പ്രോസും കോൺസും ആണ്. ഇറ്റ് ഈസ് വെരി അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. റിയലിസ്റ്റിക് അപ്രോച്ചാണ്, പ്രൊമോട്ട് ടീം വർക്കിംഗ്. ഓക്കെ, ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഫങ്ഷണാലിറ്റി ക്യാൻ ബി ഡെവലപ്ഡ് റാപ്പിഡ്ലി ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ്. റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് ആർ മിനിമം, suitable for fixed or changing requirements. Okay, sorry, suitable for fixed or changing requirements, delivers early partial working solutions. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഗുഡ് മോഡൽ ഫോർ എൻവിറോൺമെൻറ്റ്സ് ആൻഡ് ചേഞ്ച് സ്റ്റഡിലി, മിനിമം റൂൾസ്, ഡോക്യുമെൻറ്റേഷൻ ഈസിലി എംപ്ലോയിഡ്. ഓക്കെ, കാരണം ഡോക്യുമെൻറ്റേഷൻ ഈസിലി എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞല്ലോ ഓരോ ഐട്രേഷനാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടൊരു മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഡോക്യുമെൻറ്റേഷൻ ഈസിലിയാണ്, ഓരോ ഐട്രേഷനിലും ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും. എനേബിൾസ് കൺകറൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡെലിവറി വിത്തിൻ ഓവറോൾ പ്ലാൻ കോണ്ടെക്സ്റ്റ്, ലിറ്റിൽ ഓർ നോ പ്ലാനിങ് റിക്വയർഡ്, ഈസി ടു മാനേജ്, ഗിവ് ഫ്ലെക്സിബിലിറ്റി ടു ഡെവലപ്പേഴ്സ്. ഡിസഡ്വാൻറ്റേജസ് കാരണം ഫ്ലെക്സിബിലിറ്റി, കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ അജൈൽ മോഡലിലും എന്താണ് കസ്റ്റമറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടുതലാണ്. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ഡിപ്പെൻഡൻസിയിലുള്ള പ്രൊജക്ട്സുകൾ ഹാൻഡിൽ ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നില്ല. മോർ റിസ്ക് ഓഫ് സസ്റ്റൈനബിലിറ്റി, മെയിൻറ്റൈനബിലിറ്റി ആൻഡ് എക്സ്റ്റെൻഡബിലിറ്റി ആൻഡ് ഓവറോൾ പ്ലാൻ. ആൻഡ് അജൈൽ ലീഡർ ആൻഡ് അജൈൽ PM means project management. Practice is a must without which it will not work. Strict delivery management, അതിൻ്റെ ഫങ്ഷണാലിറ്റി ടു ബി ഡെലിവേർഡ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു മീറ്റ് ദി ഡെഡ്ലൈൻസ്, ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ കസ്റ്റമർ ഇൻട്രാക്ഷൻ. സോ ഇഫ് കസ്റ്റമർ ഈസ് നോട്ട് ക്ലിയർ, ടീം ക്യാൻ ബി ഡ്രിവൺ ഇൻ റോങ് ഡിറക്ഷൻ. ഓക്കെ, അത് മനസ്സിലായല്ലോ. കാരണം എപ്പോഴും കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്താണ് കസ്റ്റമർ ക്ലിയർ അല്ലെങ്കിൽ അതിൻ്റെ ഡിറക്ഷൻ മാറിപ്പോവും.
ഓക്കെ, അതായത് കറക്റ്റ് വേയിലായിരിക്കും. കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് വേറെയാണ്, നമ്മൾ മനസ്സിലാക്കിയത് വേറെയാണ്. അപ്പോൾ എന്താണ്, പ്രൊജക്റ്റ് വേറൊരു വഴിക്ക് പോവും. ഓക്കെ, അതാണ് പറയുന്നത്. ദർ ഈസ് വെരി ഹൈ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻസി സിൻസ് ദർ ഈസ് മിനിമം ഡോക്യുമെൻറ്റേഷൻ generated. Transfer of technology to new team members may be quite challenging due to lack of documentation. അപ്പം ഇനിയിപ്പോൾ അറിയാൻ പോകുന്നത് കുറച്ച് മോഡൽസാണ്, അജൈൽ ഡെവലപ്മെൻറ്റ് മോഡൽസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൽ ഒന്ന് ഓർത്തിരിക്കുക, ഏതൊക്കെ മോഡലാണെങ്കിലും അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഐട്രേഷനും ഇൻക്രിമെൻറ്റ്, അതൊരു സംഭവം തന്നെയാണ് ഈ എല്ലാ മോഡലിലും വരുന്നത്. ഓക്കെ, എല്ലാ മോഡലിലും എന്താണ്, കസ്റ്റമർ ഇൻട്രാക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ഏത് രീതിയിലാണോ അത് വരുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്താണ്, ഏത് മോഡൽ വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്, സ്ക്രം, ക്രിസ്റ്റൽ മെത്തഡോളജീസ്, ഡൈനാമിക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തേഡ്, ഫീച്ചർ ഡ്രിവൻ ഡെവലപ്മെൻറ്റ്, ലീൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ്. അതിന് XP എന്ന് പറയൂ കേട്ടോ, എക്സ്ട്രീം പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്, എക്സ്ട്രീം പ്രോഗ്രാമിംഗ്, XP. ഓക്കെ, extreme programming technique is the most commonly used agile process model. It is very helpful when there is constantly changing demands. Okay, constantly changing demands or requirements from customer. Okay, അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ഡിമാൻഡ്സ് ഓർ റിക്വയർമെൻറ്റ്സ്. കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർ വെൻ ദേ ആർ നോട്ട് ഷുവർ അബൌട്ട് ഫങ്ഷണാലിറ്റി ഓഫ് ദി സിസ്റ്റം. അപ്പോഴാണ് ഏറ്റവും എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോഡൽ നമ്മൾ യൂസ് ചെയ്യുക. റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ അതെങ്ങനെ ഫങ്ഷൻ ചെയ്യണം എന്നുള്ള കസ്റ്റമറിന് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അതിൻ്റെ ഫങ്ഷണാലിറ്റി എങ്ങനെയായിരിക്കണം, അപ്പോഴാണ് നമ്മൾ ഈ എക്സ്ട്രീം അജൈൽ മോഡൽ യൂസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് യൂസസ് ദി കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്? നിങ്ങളിപ്പം ജാവ C++ പഠിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ജാവ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ്ട്രീം പ്രോഗ്രാമിങ്ങിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റാണ്. സോ എന്താണ്, ക്ലാസ്സുകൾക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് അഡ്വക്കേറ്റ്സ് frequent releases of the product in short development cycle, which inherently improve the productivity of the system and also introduce a checkpoint. ചെക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് അതായത് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് എന്താണ് റിവ്യൂ ചെയ്യുക. അതായത് നമ്മളുടെ പ്ലാൻ അനുസരിച്ചിട്ട്, ഓക്കെ, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് കറക്റ്റ് വേയിൽ തന്നെയാണോ ഈ പ്രൊജക്റ്റ് ഓക്കെ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്ക് പോയിൻ്റ് യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, product and also introduce checkpoints where any customer requirements can be easily implemented. ഓക്കെ, അതിനാണ് ചെക്ക് പോയിൻ്റ്. അതായത് നമ്മൾ ഒരു ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ റിവ്യൂ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇത്ര ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. ഓക്കെ, അതാണ് ചെക്ക് പോയിൻ്റ്. അതായത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് വേയിലാണോ അത് proceed ആവുന്നത്. ഓക്കെ, the XP develops software keeping customer in target. Business requirements are gathered in terms of stories. ഓക്കെ, അതായത് ബിസിനസ് റിക്വയർമെൻറ്റ്സ് ആർ gathered in terms of stories and are assigned values or story points for each requirements. ഒന്നൊന്നുമില്ല, എന്താണ് സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂസർ റിക്വയർമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പം റിക്വയർമെൻറ്റ്സിന് എന്ത് ചെയ്യും, ഓരോ പോയിൻ്റ് കൊടുക്കും. ഓക്കെ, അതായത് ഇപ്പം റിക്വയർമെൻറ്റ്സ് ആ പോയിൻ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി അസൈൻ ചെയ്യൂലേ, ഇത് ഫസ്റ്റ് പ്രയോറിറ്റി, ഇത് സെക്കൻഡ് പ്രയോറിറ്റി, അതാണ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൂടുതലുള്ളത് ഫസ്റ്റ് എടുക്കും. ഓക്കെ, in this type of methodology, releases are based on short cycle called iteration, which is span of 14 days time period. Okay, each iteration include phase like ഓരോ ഐട്രേഷനിൽ എന്തുണ്ടായിരിക്കും, കോഡിംഗ് ഉണ്ടായിരിക്കും, യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കും, സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ,
where each phase some minor or major functionality will be built in the application. Okay, അപ്പോൾ ഇതിൽ വരുന്ന എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ഫേസസ്? ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്ലാനിങ്, ഡിസൈൻ, കോഡിങ്, ടെസ്റ്റിംഗ്. അപ്പോൾ അതാണ് ഫേസസ് ഓഫ് എക്സ് പി ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ മുന്നേ ജസ്റ്റ് നമുക്ക് എക്സ് പി ഹാസ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, ഫോളോയിങ് ആർ ദി വാല്യൂസ് ഓഫ് എക്സ് പി. എന്തൊക്കെയാണ്? ഒന്ന് കമ്മ്യൂണിക്കേഷൻ, അറിയാലോ എന്താണ് കമ്മ്യൂണിക്കേഷൻ? ബിൽഡിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ് നീഡ്സ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡെവലപ്പർ ആൻഡ് കസ്റ്റമർ. ഓക്കെ, അത് നമ്മളെല്ലാ ഇതിലും കോമൺ ആയിട്ട് പറഞ്ഞൊരു സംഭവമാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ് ആൻഡ് ഡിസ്കസിങ് ദി കോൺസെപ്റ്റ്. നെക്സ്റ്റ് സിംപ്ലിസിറ്റി. ഓക്കെ, അതായത് നമ്മളൊരു പ്രൊജക്റ്റ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാട്ടും നല്ല എന്താണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു സിമ്പിൾ ഡിസൈൻ. ഓക്കെ, അപ്പോൾ എന്താണ് അതിനനുസരിച്ചിട്ട് ഡിസൈൻ സിമ്പിൾ ആവുന്നതിനനുസരിച്ച് നമ്മളെ കോഡിങ്ങും സിമ്പിളായിരിക്കും. ദി സിമ്പിൾ ഡിസൈൻ ഈസ് ഈസി ടു ഇംപ്ലിമെൻറ്റ് ഇൻ കോഡ്. ഓക്കെ, ദെൻ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഗൈഡ്സ് ദി ഡെവലപ്മെൻറ്റ് പ്രോസസ് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ. ഓക്കെ, അത് കസ്റ്റമറിനുള്ള ഫീഡ്ബാക്ക്. ഓക്കെ, ദെൻ കറേജ്. ഇൻ എവറി ഡെവലപ്മെൻറ്റ് പ്രോസസ് ദർ വിൽ ഓൾവേസ് ബി എ pressure situation. The courage or the discipline to deal with it surely makes the task easy. Okay, then respect. Agile process should include the habitat to respect all team members, other stakeholders and customers. Okay, നെക്സ്റ്റ് പറയുന്നത് ഫേസസ് ഓഫ് എക്സ് പി. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? പ്ലാനിങ്. ഓക്കെ, അപ്പം പ്ലാനിങ്ങിൽ നമുക്കറിയാം എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാനിങ്ങിൽ റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്യുക, പിന്നെന്താണ്, അതായത് സ്റ്റോറി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആ റിക്വയർമെൻറ്റ്സിന് പ്രയോറിറ്റീസ് അസൈൻ ചെയ്യുക. ഓക്കെ, ആ പ്രയോറിറ്റി ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. അതായത് അതായത് പ്രയോറിറ്റി കൂടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഫസ്റ്റ് എടുക്കും. ഓക്കെ, അത് അസംബിൾ ചെയ്യും. ദെൻ അതിൻ്റെ ബേസിൽ ഓരോ ഐട്രേഷൻ. ഓക്കെ, അപ്പം പ്ലാനിങ് സ്റ്റാർട്ട്സ് വിത്ത് ക്രിയേഷൻ ഓഫ് യൂസർ സ്റ്റോറീസ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി ഫീച്ചർ ആൻഡ് ഫങ്ഷണാലിറ്റി ഓർ സോഫ്റ്റ്വെയർ ടു ബി ബിൽഡ്. ഈ സ്റ്റോറി ഈസ് റിട്ടൺ ബൈ കസ്റ്റമർ ആൻഡ് പ്ലേസ്ഡ് ഓൺ ആൻ index card. The customer assigns values, that is priority, to the story based on overall business value if the feature and function. Members of XP team then assess each story and assign a cost measured in development weeks. അപ്പം എന്താണ് പ്രയോറിറ്റി ബേസ്ഡ് ആയി ദെൻ അതിൻ്റെ ബേസിൽ റിക്വയർമെൻറ്റ്സ് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് ഒരു ഐട്രേഷൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പം അതിന് എത്ര കോസ്റ്റ് ആവും, ഓക്കെ, എത്ര ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യും, അതൊക്കെയാണ്. ഇഫ് ദി സ്റ്റോറി ഈസ് എസ്റ്റിമേറ്റഡ് ടു റിക്വയർ മോർ ദാൻ 3 ഡെവലപ്മെൻറ്റ് വീക്സ്, അപ്പം മോർ ദാൻ 3 ഡെവലപ്മെൻറ്റ് വീക്സ് എടുക്കുവാണെങ്കിൽ എന്താണ്, അത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് റിക്വയർമെൻറ്റ്സ് വീണ്ടും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ദി കസ്റ്റമർ ഈസ് ആസ്ക്ഡ് ടു സ്പ്ലിറ്റ് ദി സ്റ്റോറി ഇൻ ടു സ്മോളർ സ്റ്റോറീസ് ആൻഡ് അസൈൻഡ് ഓഫ് വാല്യൂസ് ആൻഡ് കോസ്റ്റ് occurs again. It is important to note that new stories can be written at any time. ഓക്കെ, അതായത് ന്യൂ സ്റ്റോറീസ് റിട്ടേൺ അറ്റ് എനി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചേഞ്ചസ് വരാം. ഓക്കെ, അല്ലെങ്കിൽ പുതിയ റിക്വയർമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് വരാം. കസ്റ്റമേഴ്സിൻ്റെ അടുത്തായിട്ട് ഡെയിലി ഇൻട്രാക്ഷൻ വരുന്നുണ്ടല്ലോ. ഓക്കെ, കസ്റ്റമേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് വർക്ക് ടുഗദർ ടു ഡിസൈഡ് ഹൗ ടു ഗ്രൂപ്പ് സ്റ്റോറീസ് ഇൻ ടു നെക്സ്റ്റ് റിലീസ്. ഓക്കെ, എങ്ങനെ ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, അതായത് റിക്വയർമെൻറ്റ്സ് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യണം, അടുത്ത റിലീസിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതൊക്കെ കസ്റ്റമറുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് അടുത്ത റിലീസ് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദി ഫസ്റ്റ് പ്രൊജക്റ്റ് റിലീസ്, also called a software increment, has been delivered, the XP team compute project velocity. Project velocity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നമ്പർ ഓഫ് സ്റ്റോറീസ് ഇല്ലേ, അതാണ്. Project velocity is the number of customer stories implemented during the first release. ഓക്കെ, എന്തൊക്കെ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് ഫസ്റ്റ് റിലീസിൽ എന്താണ് കൊടുത്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു, അതിൻ്റെ നമ്പറിനെയാണ് ഈ പ്രൊജക്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് വെലോസിറ്റി ക്യാൻ ദെൻ യൂസ്ഡ് ടു എന്തൊക്കെയാണ്, ഹെൽപ്പ് എസ്റ്റിമേറ്റ് ഡെലിവറി ഡേറ്റ്സ്. ഓക്കെ, ഏകദേശം മൊത്തമായിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഡെലിവറി ഡേറ്റ് എപ്പോഴാണ് ഷെഡ്യൂൾ ചെയ്യാൻ ഫോർ ദി സബ്സീക്വൻറ്റ് റിലീസ്. ഓക്കെ, ദെൻ ഡിറ്റർമിൻ വെദർ ആൻഡ് ഓവർ കമ്മിറ്റ്മെൻറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഫോർ ഓൾ സ്റ്റോറീസ്. അതായത് കൂടുതലായിട്ട് എന്തെങ്കിലും
എടുത്തിട്ടുണ്ടെങ്കിൽ ഫോർ ഓൾ സ്റ്റോറീസ് across the entire development project. Okay, if an commitment occurs, the content of releases is modified or and delivery dates are changed. As development work proceeds, the customer can add stories. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു വർക്ക് പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കസ്റ്റമറിന് പുതിയ സ്റ്റോറീസ്, അതായത് പുതിയ റിക്വയർമെൻറ്റ്സ് ആഡ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ചേഞ്ച് ദി വാല്യൂ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് സ്റ്റോറി. അപ്പം നമ്മളിപ്പം ഗ്രൂപ്പ് ചെയ്തല്ലോ, അപ്പോൾ അതല്ല, അതിനെക്കാട്ടും ഇമ്പോർട്ടൻറ്റ് വേറെയാണ് എന്നുള്ള രീതിയിൽ അത് ചേഞ്ചസ് ചെയ്യാം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഡിസൈൻ ഫേസിൽ എന്താണ് നമ്മളുടെ ക്ലാസ്സുകൾ. ഓക്കെ, കാരണം ഇത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ക്ലാസ്സുകൾ ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അതാണ് ദി XP design following keep it simple principle. A simple design always prefers to the more difficult representation. XP encourages the users of CRC. CRC means എന്താണ്? ക്ലാസ് റെസ്പോൺസിബിലിറ്റി കൊളാബറേറ്റർ. അതാണ് CRC എന്ന് പറയുന്നത്. As an effective mechanism for thinking about software in object oriented context. Okay, CRC means class responsibility collaborator cards. Identify and organize object oriented classes. Okay, അപ്പോൾ ഏതൊക്കെ ക്ലാസ്സുകൾ ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആകുമ്പം നമ്മളെപ്പോഴും ഗ്രൂപ്പ് ചെയ്യുന്ന ഇപ്പോൾ പർച്ചേസ്, സെയിൽസ്, സ്റ്റോക്ക്, അത് ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അങ്ങനെ the CRC cards are the only design work product produced as part of XP process. If a difficult design problem is encountered as part of the design of a story, XP recommended immediate creation of an. അപ്പം എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി ഇതിൽ തോന്നുന്നത്, അതായത് റിക്വയർമെൻറ്റ്സ് ബേസിൽ ഇങ്ങനെ ക്ലാസ് ഗ്രൂപ്പ് ചെയ്യുന്ന സമയം എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യും? ഒരു ഓപ്പറേഷണൽ പ്രോട്ടോടൈപ്പ്, ഒരു ഓപ്പറേഷണൽ മോഡൽ, അതായത് ഒരു വർക്കിംഗ് സോഫ്റ്റ്വെയർ അവർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിന് പറയുന്ന പേരാണ് സ്പൈക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ആ ഡിസൈൻ പ്രോട്ടോടൈപ്പ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ഇവാലുവേറ്റഡ്. ഓക്കെ, ദി ഇൻറ്റൻറ്റ് ഈസ് ടു ലോവർ റിസ്ക്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം, റിസ്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ശരിക്കുള്ളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്ത് അത് വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും റിസ്ക് ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ റിസ്ക് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, XP എൻകറേജസ് റീഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ എക്സ്റ്റേണൽ ബിഹേവിയർ ചേഞ്ച് ചെയ്യാതെ ഉള്ളിലുള്ള കോഡുകൾ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, അതാണ് റീഫാക്ടറിങ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ കൺസ്ട്രക്ടറൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? കൺസ്ട്രക്ടർ. ഓക്കെ, പിന്നെ ഫങ്ഷൻസ്, നമ്മൾ ജാവയിൽ മെത്തേഡ്സ് എന്ന് പറയും. ഓക്കെ, ഫങ്ഷൻസ്. അപ്പം ഒരു ഫങ്ഷൻ, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മളുടെ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളുടെ സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും കിടക്കുക. നമ്മളുടെ ഇവിടെ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ആവണമെന്നില്ല. ഓക്കെ, അപ്പം പുറമേയൊക്കെ ആയിരിക്കും. അപ്പം നമ്മളുടെ ഡേറ്റാബേസ് നമ്മളുടെ സെർവറിലുണ്ട്. ഓക്കെ, ഈ സെർവർ എന്ന് പറയുന്നത് എവിടെയെങ്കിലേക്കും ഇരിക്കുക. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പറയാം കാലിഫോർണിയയിലാണ് നമ്മളുടെ ഡേറ്റാബേസ് ഇരിക്കുന്നത്. അറിയാലോ, കാരണം വെബ് സെർവറിൽ ഹോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വലായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മളുടെ വെബ് സെർവർ നമ്മളുടെ അടുത്തല്ല ഉണ്ടാവുക, അത് എവിടെയെങ്കിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യും. ഇപ്പം JSP അല്ലെങ്കിൽ ജാവ വെച്ചിട്ടുള്ള പ്രൊജക്റ്റ്, അല്ലെങ്കിൽ ASP.NET ആണ് നമ്മൾ, അല്ലെങ്കിൽ PHP ആണ്. അപ്പം അത് ഹോസ്റ്റ് ചെയ്യുന്ന സെർവർ ഇതാണ് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഒരു സെർവർ കിട്ടുകയാണ്. അപ്പോൾ ഈ സെർവർ എന്ന് പറയുന്നത് കാലിഫോർണിയയോ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഡേറ്റാബേസ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
ഇപ്പം നമ്മളുടെ പ്രൊജക്റ്റിൽ നിന്ന് ഇപ്പം നമ്മളുടെ എന്താണ് ഡേറ്റാബേസ് ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്, നമ്മളുടെ പ്രൊജക്റ്റ് വേറൊരു സ്ഥലത്താണ്, അല്ലെങ്കിൽ പോട്ടെ ഇപ്പം വിൻഡോസ് ആപ്ലിക്കേഷനാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ പക്ഷേ ഡേറ്റാബേസ് മാത്രം നമ്മൾ എന്ത് ചെയ്തു, സെർവറിൽ കൊടുത്തു. ഓക്കെ, ഡേറ്റാബേസ് സെർവറിൽ കൊടുത്തു, പ്രൊജക്റ്റ് നമ്മളുടെ സിസ്റ്റത്തിലാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഡേറ്റാബേസാണ് സെർവറിലുള്ളത്, പ്രൊജക്റ്റ് നമ്മളുടെ അടുത്താണുള്ളത്, അതായത് നമ്മളുടെ കേരളത്തിൽ, ഡേറ്റാബേസ് ഉള്ളത് കാലിഫോർണിയയിലും. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് മെത്തേഡ്, ഇപ്പം നമ്മൾ റിട്രീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഈ ഡേറ്റാബേസിലുള്ള വാല്യൂ ആക്സസ് ചെയ്യാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. ഓക്കെ, ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യുക, ഡേറ്റ റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. അതേസമയം കൺസ്ട്രക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. ഓക്കെ, മെത്തേഡ് വെക്കുന്നതിനെക്കാട്ടും റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഡേറ്റാബേസ് റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ടർ വെച്ചിട്ടാകുമ്പോൾ ഇത് ഹെവി പ്രോസസ്സാണ്. ഓക്കെ, കാരണം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് ബേസിലാണ് നമ്മൾ ഇതിനെ റിട്രീവ് ചെയ്യുന്നത്. അതേസമയം കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്പീഡായിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എന്താണ് ചേഞ്ച് വരുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു റിട്രീവ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തത്. ഓക്കെ, ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാൻ. ഓക്കെ, പക്ഷേ അപ്പം ഇത് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡിനെ മാറ്റിയിട്ട് നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ശരിക്കും റിട്രീവിംഗ് എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അതാണ് എക്സ്റ്റേണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഡേറ്റ റിട്രീവ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോഡിങ്ങിൽ ചേഞ്ച് വന്നില്ലേ? കാരണം നമ്മൾ റിട്രീവ് എന്ന് പറഞ്ഞ മെത്തേഡ് മാറ്റി അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, കൺസ്ട്രക്ടർ യൂസ് ചെയ്തു. ഓക്കെ, അതാണ് ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ബിഹേവിയർ ഓഫ് ദി കോഡ്, ഓക്കെ, ഡസ് നോട്ട് ആൾട്ടർ ദി എക്സ്റ്റേണൽ ബിഹേവിയർ ഓഫ് ദി കോഡ്. ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലാകുമ്പം റിട്രീവ് എന്ന് പറഞ്ഞ മെത്തേഡ് മാറ്റിയിട്ട്, അതായത് ഇൻറ്റേർണൽ സ്ട്രക്ചർ കൺസ്ട്രക്ടർ യൂസ് ചെയ്തു, അപ്പോൾ നമ്മുടെ കോഡിങ്ങിൽ നമ്മൾ ചേഞ്ച് വരുത്തുകയാണ്. അതാണ് ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡേറ്റ റിട്രീവ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ബിഹേവിയർ. ഓക്കെ, അപ്പോൾ കസ്റ്റമർ കാണുന്നത് ഡേറ്റ റിട്രീവ് ചെയ്ത് അവർക്ക് കിട്ടുന്നുണ്ട്, അത് കസ്റ്റമർ കാണുന്നുണ്ട്. പക്ഷേ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റാക്കി. എങ്ങനെ? ഈ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയിട്ട്. ഓക്കെ, അതാണ് റീഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അതാണ് ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ വേ ടു ക്ലീൻ അപ്പ് കോഡ്, അതായത് സിംപ്ലിഫൈ ദി ഇൻറ്റേർണൽ ഡിസൈൻ. ഓക്കെ, ദാറ്റ് മിനിമൈസ് ദി ചാൻസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ബഗ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ കോഡിംഗ് ഫേസ്. ഓക്കെ, ആഫ്റ്റർ സ്റ്റോറീസ് ആർ ഡെവലപ്ഡ് ആൻഡ് പ്രിലിമിനറി ഡിസൈൻ വർക്ക് ഈസ് ഡൺ, the team does not move to code but rather develop series of unit tests that will exercise each of the stories that is to be included in the current release. ഓക്കെ, അതായത് ഈ XP എന്ന് പറഞ്ഞ ഇതിൽ അത് ഡയറക്റ്റ് കോഡിങ്ങിൻ്റെ മുന്നേ യൂണിറ്റ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യും. അതായത് കോഡിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ കസ്റ്റമേഴ്സിൻ്റെ സ്റ്റോറി, അതായത് റിക്വയർമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതിൻ്റെ ഇൻപുട്ട് എന്താണ്, ഈ ഒരു മൊഡ്യൂൾ ചെയ്യുമ്പം അതിൻ്റെ ഇൻപുട്ട് എന്തായിരിക്കും, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരേണ്ടത്, എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കാം, ആ ഇൻപുട്ട് കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതായത് ഔട്ട്പുട്ട് കറക്റ്റായിട്ടാണോ കിട്ടുന്നത്, അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഓക്കെ, once the code is completed, it can be unit tested immediately. Okay, thereby providing instantaneous feedback to the developers. അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ഏകദേശം ഒരു ധാരണ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ പിന്നെ കോഡ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഈസിയാണ് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. എ കീ കോൺസെപ്റ്റ് ഡ്യൂറിങ് കോഡിംഗ് ആക്ടിവിറ്റി ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് talked about is pair programming. SP recommended that two people work together at one computer workstation to create code for a story. Okay, അപ്പോൾ അവർ പറയുന്നത് പെയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ഓക്കെ, അതായത് രണ്ട് പീപ്പിൾ ഒരു ഇതിൽ വർക്ക് ചെയ്യാം.
Okay, this provides a mechanism for real-time problem solving. Two headers are often better than one. Okay, and real-time quality assurance. The code is reviewed as it is created to also keep the developers focused on problem at hand. As per programmers complete their work, the code they develop is integrated with the work of others. Okay, അപ്പോൾ ഒരു മൊഡ്യൂൾ ഒരാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പർച്ചേസ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ രണ്ടാൾ ചെയ്യും, സെയിൽസ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ രണ്ടാൾ ചെയ്യും, സ്റ്റോക്ക് എന്ന് പറഞ്ഞ മൊഡ്യൂൾ വേറെ രണ്ടാൾക്കാർ ചെയ്യും. അപ്പോൾ അവർ ഇതൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കും, യൂണിറ്റ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യും. ദെൻ ഈ മൂന്നും കൂടെ എന്ത് ചെയ്യും, പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് വരുന്നത് ടെസ്റ്റിംഗ് ആണ്. ദി ക്രിയേഷൻ ഓഫ് യൂണിറ്റ് ടെസ്റ്റ് ബിഫോർ കോഡിംഗ് കമൻസസ് ഈസ് എ കീ എലിമെൻറ്റ് ഓഫ് ദി XP അപ്രോച്ച്. അപ്പോൾ XP അപ്രോച്ചിൽ വരുന്ന ആ ഒരു കീ എലിമെൻറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോഡിങ്ങിൻ്റെ മുന്നേ യൂണിറ്റ് ടെസ്റ്റിംഗ് നോക്കുക. യൂണിറ്റ് ടെസ്റ്റ് ദാറ്റ് ആർ ക്രിയേറ്റഡ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എ ഫ്രെയിം വർക്ക് ദാറ്റ് എനേബിൾസ് ദം ടു ബി ഓട്ടോമേറ്റഡ്. ഹെൻസ് ദേ ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഈസിലി ആൻഡ് റിപ്പീറ്റഡ്ലി. ദിസ് എൻകറേജസ് എ റിഗ്രഷൻ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഡ് മോഡിഫൈ ചെയ്യുക. ഇപ്പം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കോഡ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുമല്ലോ, അതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, whenever code is modified, integration and validation testing of the system can occur only daily basis. This provides continuous understanding of the progress. XP acceptance test, also called was what, customer test. നമ്മൾ പറഞ്ഞതാണല്ലോ acceptance test, ഞാൻ പറഞ്ഞതാണ് ആൽഫ ടെസ്റ്റ്, ബീറ്റ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ കസ്റ്റമർ ടെസ്റ്റ് ചെയ്യുന്നത് ആർ സ്പെസിഫൈഡ് ബൈ ദി കസ്റ്റമർ ആൻഡ് ഫോക്കസ് ഓൺ ഓവറോൾ സിസ്റ്റം ഫീച്ചർ ആൻഡ് ഫങ്ഷനാലിറ്റി ദാറ്റ് ആർ വിസിബിൾ ആൻഡ് റിവ്യൂഡ് ബൈ ദി കസ്റ്റമർ. Acceptance tests are derived from user stories that have been implemented as part of software release. Okay, അടുത്തത് നെക്സ്റ്റ് മോഡൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.